ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, BSNLൻ്റെ 4Gയുമായി ബന്ധപ്പെട്ട വീഡിയോ. അപ്പോൾ ഞാൻ ഇന്നലെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. ആദ്യം അവിടെ വെച്ചിട്ട് ഒന്നുകൂടി സ്പീഡ് ടെസ്റ്റ് ചെയ്ത് നോക്കി. പക്ഷേങ്കിൽ എന്താ പറയുക, കഴിഞ്ഞതിനേക്കാളും ഷോക്കായിരുന്നു. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഇപ്പം ഒരു വ്യൂവർ കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് എന്താ പറയുക, ജസ്റ്റ് 3G തന്നെയാണ്, 4G എന്ന് കാണിക്കുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് 3G 4Gയിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഓൺ 4G ഒന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിയാണ്, ജിയോയുടെ ആണെങ്കിൽ 4Gയിൽ മുകളിൽ 4G+ എന്ന് കാണിക്കാറുണ്ട്. ഇതിപ്പം ജസ്റ്റ് LT അത്രയേ ഉള്ളൂ. പക്ഷെ ഇന്നലെ കൗതുകരമായൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 4G കവറേജ് കിട്ടുന്ന സമയത്ത് സ്പീഡ് ടെസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ 3Gയിലും സ്പീഡ് ടെസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ 2Gയിലും സ്പീഡ് ടെസ്റ്റ് ചെയ്തു. ഞെട്ടിക്കുന്ന റിസൾട്ടാണ് എനിക്ക് ഇന്നലെ കിട്ടിയത്. അപ്പം നമ്മൾക്ക് ആ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ ഇത് കുറ്റപ്പെടുത്തുന്നില്ല. എന്തായാലും നമ്മുടെ സർക്കാരിൻ്റെ സ്ഥാപനമാണ്, തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഡെവലപ്പായിട്ട് വരണം. ഒരു ഇനിഷ്യേറ്റീവിനും ഞങ്ങൾ കുറ്റം പറയാറില്ല. പിന്നെ ചില ആൾക്കാർ എല്ലാം ഉണ്ടായിട്ടും ഒരു തെറ്റ് പരിഹരിക്കാതെ നിൽക്കുന്ന സമയത്ത് മാത്രമേ അതിൻ്റെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാറുള്ളൂ. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ജനങ്ങളിലേക്ക് കുറഞ്ഞ ചിലവിൽ എത്തിക്കുമ്പോൾ എന്തായാലും നല്ല കാര്യം തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അതിന് കുറ്റം പറയുന്നില്ല. തീർച്ചയായിട്ടും ഡെവലപ്പ് ആവട്ടെ, കുറച്ചുകൂടി നല്ല എന്താ പറയുക, ബാൻഡിലേക്ക് മാറട്ടെ. അതുപോലെ തന്നെ സ്പീഡ് കുറച്ചുകൂടി മെച്ചപ്പെടട്ടെ. അപ്പോൾ നമ്മൾക്ക് മൊബൈൽ സ്ക്രീനിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം 4G എന്ന് കാണിക്കുന്നത്. സിം 1 റിലയൻസ് ആണ്, സിം 1 ജിയോയും സിം 2 നമ്മുടെ BSNL ആണ്. അപ്പോൾ 4Gയിൽ സ്പീഡ് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ടാണിത്. അന്നിവിടെ 2ാം നിലയിൽ കയറിയ സമയത്ത് 17 MB വരെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനു മുമ്പായാലും നമുക്കൊരു 5, 6 ആ റേഞ്ചിൽ കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനെക്കാട്ടിയും ഷോക്കാണ്. ഇതാണ് 4Gയുടെ അവസ്ഥ. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് 3G ആണ്, ഇത് 4G അല്ല, ഇത് ജസ്റ്റ് 4G എന്ന് കാണിക്കുന്നേ ഉള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ നമുക്ക് നോക്കാം. 4Gയിൽ കിട്ടിയ റിസൾട്ട് ഇതാണ്. ഇത് നമുക്ക് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാം. ചില സമയത്ത് അങ്ങനെ ഉണ്ടല്ലോ, സ്പീഡ് വേരിയേഷൻ വന്നിട്ട് ഫസ്റ്റത്തെ പ്രാവശ്യം സ്പീഡ് കുറഞ്ഞിട്ട് രണ്ടാമത്തെ പ്രാവശ്യം ചില സമയത്ത് കൂടാറുണ്ട്. നമ്മൾ ചില സമയത്ത് ബ്രോഡ്ബാൻഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് ഉണ്ടാവുക സാധാരണ. പ്രത്യേകിച്ച് കേരള വിഷനൊക്കെ മുമ്പ് അങ്ങനെയായിരുന്നു. ഇപ്പം പിന്നെ വലിയ കുഴപ്പമില്ല, റെഡി ആയിട്ടുണ്ട്. അപ്പം ഒരു രക്ഷയില്ല. നമ്മൾ രണ്ടാമത് എന്താ പറയുക, സ്പീഡ് ടെസ്റ്റ് അടിച്ചപ്പോഴും ആ ഒരു പറഞ്ഞ സ്പീഡ് തന്നെയാണ്. ഞാൻ പുറത്താണ് ഉള്ളത്, ഓപ്പൺ ഏരിയയിലാണ് നിൽക്കുന്നത്. പുറത്ത് റോഡ് സൈഡിലാണ്, അങ്ങനെ റോഡിൻ്റെ സൈഡിലാണ്. ഇടത് സൈഡിൽ ഒന്നുമില്ല, വലത് സൈഡിൽ കുറച്ച് ബിൽഡിങ്സ് ഒക്കെ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് ക്യാമറ കാണിച്ചിടാം കുറച്ച് കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ രണ്ടാമത് ടെസ്റ്റ് ചെയ്തപ്പോഴും ആ സ്പീഡ് തന്നെയാണ്, 1.62 MB. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഞാൻ റിലയൻസിൻ്റെ സ്മാർട്ട് എന്നുള്ള ആ ഒരു ഷോപ്പിംഗ് മാളിന് മുമ്പിൽ നിൽക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾക്കൊന്ന് സെറ്റിങ്സ് എടുത്തിട്ട് ഇതിൻ്റെ ചേഞ്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ സിം 2 എടുത്തു, അതിൽ നെറ്റ്വർക്ക് പ്രിഫർ ടൈപ്പ് ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, 3G എടുത്തിട്ടുണ്ട്, 2G 3G എടുത്തിട്ടുണ്ട്. അപ്പം നെറ്റ്വർക്ക് ചേഞ്ച് ചെയ്ത് വരാൻ കുറച്ചൊരു സമയം എടുക്കും. ഓക്കെ, കാരണം മുകളിൽ ആ ഒരു സിമ്പിൾ കാണിക്കണ്ടേ, റെഡി എന്നല്ലേ. ഇവിടെ BSNL എഡ്ജ് എന്നുള്ളത് ഇപ്പം മാറി, H+ ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ സ്പീഡ് ടെസ്റ്റ് കൊടുത്തു. ഇത് 3G ആട്ടോ, 3G തന്നെ, 3G എന്നല്ല, H+ വരാം. H ആണ് 3G എന്ന് പറയുന്നത്. കരിയർ അഗ്രിഗേഷൻ എന്ന് പറയുന്ന പോലെ അത് H+ ആണ്, കുറച്ചും കൂടി. അപ്പം ഇതിൽ നിങ്ങൾ കണ്ടില്ലേ, 3G+ൽ, അതായത് H+ൽ നമുക്ക് കിട്ടുന്ന സ്പീഡ് 7.46 MB ആണ് H+ൽ വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ അപ്ലോഡ് എന്ന് പറയുന്നത് 1.45, ഏകദേശം 46, 1.5 MB നമുക്ക് അങ്ങനെ പറയാം. 1.5 Mbps എന്ന് പറയുന്ന പോലെ ആ ഒരു സ്പീഡ് കിട്ടിയിട്ടുണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ്. ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഞാൻ ഓപ്പൺ ഏരിയ നിൽക്കുന്നത്, ഈ സൈഡിലൊന്നുമില്ല. ഓക്കെ, ശരി. അപ്പോൾ നമ്മൾക്ക് ഇനി ഒന്നുകൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്നുള്ളത്. രണ്ടാമത് ചെയ്തപ്പോൾ എന്താ പറയുക, അത്രയും കയറിയില്ല, എന്നാലും ഏകദേശം നിങ്ങൾക്ക് കാണാം ഈ ഒരു സ്പീഡാണ് ലഭിച്ചത്. എന്തായാലും 4 Mbps കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അപ്ലോഡിങ്ങിൽ എന്തായാലും 1 Mbpsൻ്റെ മുകളിലോട്ട് പോയിട്ടുണ്ട്. ഏകദേശം സെയിം സ്പീഡ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൽ കുറച്ചും കൂടി കൂടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നെറ്റ്വർക്ക് ഒന്ന് മാറ്റി 2G ആക്കി നോക്കാം. ഇപ്പോൾ 2G ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് സ്പീഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ആദ്യം GPRS എന്നാണ് കാണിച്ചത്, G, പിന്നെ അത് E ആയി, എഡ്ജ്. ഓക്കെ, 3Gയുടെ തൊട്ട് താഴെയുള്ളതാണ് എഡ്ജ്, GPRSൻ്റെ കുറച്ചും കൂടി ബെറ്റർ വേർഷൻ. ഓക്കെ, കണക്ട് ആയിട്ടുണ്ട്, പതിയെ ഡൗൺലോഡ് ആകുന്നുണ്ട്. ഓക്കെ,
എഡ്ജിൽ നമ്മൾക്ക് വരുന്ന ഒരു സ്പീഡ് എന്ന് പറയുന്നത് 0.171516 ഏകദേശം ആ ഒരു റേഞ്ചാണ്. ഇതാണ് BSNLന്റെ എഡ്ജിൻ്റെ സ്പീഡ്, എഡ്ജിൻ്റെ സ്പീഡ് 2Gയിൽ. ഓക്കെ, അപ്ലോഡ് എന്ന് പറയുന്നത് 0.04 Mbps ആണ്. 0.4. ഇതാണ് അവസ്ഥ. ഓക്കെ, ഇനി നമുക്ക് ഒന്നുകൂടി എന്താ പറയുക 4Gയിലേക്ക് തന്നെ ഇട്ട് നോക്കാം. ഓക്കെ, 4G സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഒന്നുകൂടി നമുക്ക് സ്പീഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എങ്ങനെയാണെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എനിക്ക് തോന്നുന്നു ഇത്രയും ആൾക്കാർ ഒന്നിച്ചിട്ട് ഈ ഒരു 4G ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പോൾ 4G കൊടുക്കുന്ന ബാൻഡ് ടൈറ്റ് ആയിട്ടുണ്ടാവും, 3G കുറേ ഫ്രീ ആയിട്ടുണ്ടാവും മിക്കവാറും. അതായിരിക്കണം ഇങ്ങനെ ആവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഏകദേശം ആ പറയുന്ന ഒരു 3Gൻ്റെ സ്പീഡിലേക്ക് തന്നെ 4G വന്നിട്ടുണ്ട്. 3.something Mbps. അതുപോലെ തന്നെ 1.45 ഒക്കെ ആയിരുന്നു നമുക്ക് നേരത്തെ കിട്ടിയത്. 1.50 വരെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം നിലവിൽ 4G ഇതാണ് സ്പീഡ്. ഓക്കെ ഫ്രണ്ട്സ്, ഇതൊരിക്കലും BSNL കുറ്റം പറയുന്ന ഒരു വീഡിയോ ഒന്നും അല്ല. ജസ്റ്റ് ആ സ്പീഡ് വേരിയേഷൻ, അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞില്ലേ ഈ ജസ്റ്റ് ഇത് 3G അല്ല, ഇത് 3G തന്നെ 4Gയിലേക്ക് മാറ്റിയെന്ന് ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു. അപ്പം അതുപോലെ തന്നെയാണെന്ന് പറയാമായിരുന്നു ഏകദേശം. പക്ഷേങ്കിൽ എനിക്ക് ഇതിൽ കിട്ടിയ റിസൾട്ട് നിങ്ങൾ തന്നെ കണ്ടില്ലേ. എന്താ പറയുക, 4Gനെക്കാട്ടിയും സ്പീഡാണ് എനിക്ക് അവിടെ 3Gയിൽ കിട്ടിയത്. ചിലപ്പം അപ്ഡേഷൻ്റെ ഭാഗമായിട്ടുള്ള ഇഷ്യൂ ആയിരിക്കാം. അതുപോലെ തന്നെ നല്ല ക്രൗഡ് ആയിട്ടുള്ള ഏരിയ ആണ്. അതുപോലെ തന്നെ സമയവും ഏകദേശം ഉച്ച തിരിഞ്ഞിട്ടുള്ള സമയമാണ്, ധാരാളം ആൾക്കാർ ഫോൺ യൂസ് ചെയ്യുന്ന സമയമാണ്. ചിലപ്പോൾ അതുകൊണ്ടെല്ലാം ആയിരിക്കാം. അതുപോലെ തന്നെ എന്താ പറയുക, ഇപ്പോൾ നമ്മൾക്ക് ഒരു ഫോണിൽ ഹയർ ബാൻഡ്, അതായത് ഇപ്പോൾ 2G 3G 4G ആണെങ്കിൽ നമ്മുടെ ഫോൺ എപ്പോഴും ശ്രമിക്കുക ആ 4Gയിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കാനായിരിക്കും. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ എന്താ പറയുക എല്ലാ യൂസേഴ്സും 4Gയിലേക്ക് മാറിയപ്പോൾ 4Gക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ബാൻഡ് വിഡ്ത്ത് വലിവ് വരികയും സ്പീഡ് കുറയുകയും, അതുപോലെ തന്നെ 3G ആൾക്കാർ 4Gയിലേക്ക് പോയപ്പോൾ ആ 3G ഒന്ന് ഫ്രീ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ സ്പീഡ് വേരിയേഷൻ വരാനുള്ള കാരണം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ഇത്രയാണ് കാര്യങ്ങൾ പറയാനുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.